ദീന് മുഴുവൻ ഫിത്നയും ഫസാദുമായി മാറുകയാണ്. ദീനുപ്രകാരം ജീവിക്കാൻ കഴിയാത്ത, ദീനുപ്രകാരം ജീവിച്ചാൽ അയാൾ പരിഹാസ്യനായി മാറുന്ന, അയാൾ ഒന്നിനും പറ്റാത്തവനായി മാറുന്ന, പിന്തിരിപ്പനായി കണക്കാക്കുന്ന, അയാളൊക്കെ ഏതോ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റിയവനല്ല എന്ന രൂപത്തിൽ അയാളെ നിസ്സാരവൽക്കരിക്കുന്ന കാലം അയ്യാമു സ്വബർ, ക്ഷമയുടെ കാലഘട്ടം. നബി ഞങ്ങൾ പറയാ, അന്ന് ദീന് മുറുകെ പിടിച്ചുകൊണ്ട് ഒരാൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ 50 ആൾ കിട്ടുന്ന കൂലി അന്ന് അയാൾക്ക് ലഭിക്കും. അപ്പോ സ്വഹാബികൾ ചോദിക്കുക, യാ നബി അല്ലാ, അവ മിൻഹും, അന്നത്തെ ആളുകളിൽ 50 ആളെ കൂലിയാണോ? ഖാല അല്ല, ബൽ മിൻകും, നിങ്ങളെ കൂട്ടത്തെ 50 ആളെ കൂലി അവർക്ക് ലഭിക്കും. 50 സ്വഹാബിയക്ക് കിട്ടുന്ന കൂലി അവസാന കാലത്ത് ദീനുപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹ് കൊടുക്കുമെന്നാണ് ഈ ഹദീസിൽ നബി തങ്ങളുടെ സന്തോഷ വാർത്ത അറിയിക്കും. അതിന് മാത്രം ക്ഷമ ആവശ്യമുണ്ടാവും അർത്ഥം. നബി തങ്ങളുടെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ചപ്പെടുന്ന ആളുകൾക്ക് ശാരീരികമായ ഉപദ്രവമായി. എന്നാൽ ഒരു കാലം പറയാനുണ്ടെന്ന അയ്യാമു സ്വബർ, സ്വബറിന്റെ കാലമാണ്. ദീനുപ്രകാരം ജീവിക്കാൻ കഴിയില്ല, അത് സമ്മതിക്കൂല. ആ നിലക്ക് ശക്തമായ പീഡനങ്ങൾ കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന കാലമുണ്ടാകും എന്നർത്ഥം.